കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിലും വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി നിലനിർത്താൻ എല്ലാ രീതിയിലും പരിശ്രമിക്കാറുണ്ട്. ഇവിടെ 48 വർഷം മുമ്പ് പരിയാപുരം ഫെറോന ചർച്ചിന്റെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലം, 1/2 ഏക്കർ സ്ഥലം, ഇവിടെ ഒരു വ്യവസായം, അതായത് ഒട്ടേറെ പേർക്ക് ജോലി കിട്ടുന്ന ഒരു വ്യവസായ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി സൗജന്യമായി വിട്ടു നൽകിയതാണ്. ഇപ്പൊ ഏകദേശം 25 വർഷമായി ഇവിടെ പ്രവർത്തനമൊന്നുമില്ല. ഇത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പരിയാപുരം കിഴക്കേമുക്കിലാണ്. നാട്ടുകാരനായ ജോഷ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ ഇപ്പോ വന്നു കഴിഞ്ഞാല് ഒരു 1/2 ഏക്കർ സ്ഥലം, അതായത് വലിയ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന സ്ഥലമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നുമല്ലാതെ നശിച്ചു പോയത്? അതായത് കേരള സർവോദയ സംഘം ഖാദിയുടെ കേരള സർക്കാരിന്റെ കീഴിൽ ഖാദി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് നശിച്ചു പോകാൻ കാരണം? 48 വർഷം മുന്നേ ഇവിടുത്തെ സ്ത്രീകൾക്ക് ഒരു ജോലി വാഗ്ദാനം ചെയ്തിട്ടാണ് ഇങ്ങനെ ഫൊറോന പള്ളി ചർച്ച് 50 സെന്റ് സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തത്. അത് കഴിഞ്ഞ് കുറച്ച് കാലം അവർ ഈ ഖാദിയുടെ ഇതിലായിട്ട് നൂല് നെയ്ത്തിന്റെ പരിപാടിയായിരുന്നു. അത് പിന്നെ കുറേ പേര് വിട്ടേച്ചാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞപ്പം ബെഡ് ഉണ്ടാക്കുന്നത് ഖാദിയിൽ നിന്ന് ആൾക്കാർ വന്ന് ബെഡ് ഉണ്ടാക്കി വിൽപ്പനയായിരുന്നു. അതും കുറച്ചു കാലം തുടങ്ങി, അത് തുമ്പിലതാക്കി ഇട്ടേച്ചു. പിന്നെ അവരും പോയി. ഇന്നിപ്പം പുറത്തുനിന്ന് ആൾക്കാർ വന്ന് വെള്ളമടിയും സാമൂഹിക മരം മുറിക്കല്, ഇവിടെ എല്ലാം മരം മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ഭയങ്കര ശല്യം, നാട്ടുകാർക്ക് ഭയങ്കര ശല്യമായിട്ട് മാറിയേക്കുക ഈ ഖാദിയുടെ ഇത്രയും 50 സെന്റ് സ്ഥലം. ഇത് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും നല്ലൊരു സംരംഭം നടത്തിയാൽ ഇവിടുത്തെ നാട്ടുകാർക്കൊരു മെച്ചമായിരുന്നു. തൊഴിലും കിട്ടാനുള്ള സാധ്യത, ഇവിടെ ഉള്ളവർക്ക് തൊഴിലും കൂടെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത് നല്ല സംരംഭം ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഇപ്പോൾ കുറെ പുതിയ ബെഡൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അകത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതൊക്കെ നശിച്ചു പോവുകയാണല്ലോ. അപ്പോൾ ആരും ഇവിടെ തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥയാണെന്നാണോ ചേട്ടൻ പറയുന്നത്? ആരും ഇത് തിരിഞ്ഞു നോക്കുന്നുമില്ല. അതിലും കഷ്ടം തന്നെ പാമ്പിന്റെ ശല്യം. ഇവിടുന്ന് പെരുമ്പാമ്പിനെ വരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ശല്യമായിട്ട് ആണ് കുറുക്കന്മാരും പാമ്പും ഭയങ്കര ശല്യമായിട്ട് മാറിയേക്കാണ്. കുട്ടികൾ ഇഷ്ടം പോലെ ഇവിടെ സ്കൂൾ പിള്ളേർ നടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് പോലും പേടിയായിരുന്നു. അതുപോലുള്ള ഏരിയ ആണ് ഈ ഖാദിയുടെ ഇത്രയും 50 സെന്റ് സ്ഥലത്തിനുള്ളിൽ ഉള്ള ഈ ബെഡിൽ കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ട്. ഏതായാലും ഇത് എത്രയും പെട്ടെന്ന് ഒരു പരിഹരിക്കാൻ നിങ്ങൾ നാട്ടുകാരെന്ന നിലയ്ക്ക് പഞ്ചായത്ത് അധികാരികളെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെയൊക്കെ ഇതൊന്ന് അറിയിക്കാൻ ഇതുവരെ ശ്രമിച്ചില്ലെന്നാണോ? ഇതുവരെയും ആരെയും അറിയിക്കുക തന്നെയല്ല, ആരോടും അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ തുടങ്ങും, പുതിയ പദ്ധതി എന്തെങ്കിലും തുടങ്ങും എന്നുള്ള ഇതിലുകൊണ്ടാണ് പിന്നെ ആരും ഇതിനെപ്പറ്റി ഒന്നും പറയാഞ്ഞത്. ഇപ്പോൾ ആകെ നശിച്ച് കിടക്കുന്നതുകൊണ്ട് കാരണം യാതൊരു ഫലവുമില്ല. അവരും വന്ന് ചെയ്യുന്നില്ല, നാട്ടുകാർക്ക് ഒരു ഗുണവും ഇല്ല. ബുദ്ധിമുട്ടല്ലാതെ യാതൊരു ഫലവും ഇതിന് കിട്ടുന്നില്ല. എന്തായാലും നാട്ടുകാരെന്ന നിലയ്ക്ക് ജോഷ അദ്ദേഹത്തിന്റെ ആരോപണം തന്നെ ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം. അതായത് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ വരുന്നു, മദ്യക്കുപ്പികളെ കൊണ്ട്, അതുപോലെ മാത്രമല്ല പാമ്പിന്റെ ശല്യം മാത്രമല്ല എത്രയോ സാധനങ്ങൾ നശിച്ച അവസ്ഥയിലാണ്. ഏതായാലും ഇക്കാര്യത്തിൽ നമുക്ക് ഇവിടുത്തെ ജനപ്രതിനിധിയോടുകൂടി നമുക്ക് അഭിപ്രായം തേടേണ്ടതുണ്ട്. അദ്ദേഹത്തോടു കൂടി നമുക്ക് ചോദിക്കാം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിയാപുരം ഡിവിഷൻ മെമ്പർ അനിൽ പുലിപ്രയാണ്. നേരത്തെ അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് അംഗമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലം, 1/2 ഏക്കർ സ്ഥലം, പള്ളി വിട്ടുകൊടുത്ത സ്ഥലം, ഒരുപാട് പേർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ സംരംഭം തുടങ്ങാൻ പറ്റുന്ന സ്ഥലം, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കാം, അല്ലെങ്കിൽ ഇവിടെ വേറെന്തോ പദ്ധതികളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നശിച്ചു കിടക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ UDF ഭരണമാണ്, നിങ്ങൾക്ക് മന്ത്രിതലത്തിൽ ഇടപെട്ടാൽ എന്തെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാട്ടുകാരുടെ ഈ ആശങ്ക പരിഹരിക്കാൻ പറ്റില്ല? ഇത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ പെട്ട പരിയാപുരത്തെ നമ്മൾ പറഞ്ഞ പള്ളി, ഫാത്തിമാത പള്ളി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടട്ടെ എന്നുള്ള ഒരു ആശയത്തോടു കൂടി വിട്ടുകൊടുത്ത ഒരു സംരംഭമാണ്. അതിന് സംരംഭം തുടങ്ങാൻ വേണ്ടി വിട്ടുകൊടുത്തൊരു സ്ഥലമാണ്. അത് ഏകദേശം കോടികൾ വില വരുന്ന ഒരു സ്ഥലമാണ്. അതാണിപ്പോൾ ഈ നശിച്ച് ജനങ്ങൾക്കും നാട്ടുകാർക്കും ഉപദ്രവമായിട്ട് ഇപ്പോൾ കിടക്കുന്നത്.
ഇത് നമ്മളെ ഗ്രാമപഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കലെ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, ഞങ്ങൾ ഇത് വന്ന് കാണുകയും ഇതിന് ഒരു പരിഹാരമായിട്ട് ഉടൻ തന്നെ മന്ത്രിതലത്തിലെ കാര്യങ്ങൾ നീക്കുവാൻ വേണ്ടി അടുത്ത ദിവസം തന്നെ നമ്മൾ നിവേദനം കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു നല്ല സംരംഭം, നമ്മളെ ഇത്രയും നല്ല വിലപിടിപ്പുള്ള നല്ല കണ്ണായ സ്ഥലം, നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സംരംഭം, നല്ല സംരംഭം തുടങ്ങുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടുവരാൻ ഉള്ള ഒരു പരിപാടിയിലേക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അടുത്ത ദിവസം ഞാൻ ചോദിക്കട്ടെ, 48 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സംരംഭം ഇപ്പോൾ 25 വർഷമായി ഇവിടെ ഒരു പ്രവർത്തനവുമില്ല, നാശോന്മുഖമാണ്, സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു എന്ന് നാട്ടുകാരൻ തന്നെ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് അധികാരികളുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ ഇത് വീണ്ടും നേരത്തെ ഉണ്ടായിരുന്ന സംരംഭം തുടങ്ങാനും സാധിക്കുമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ജനങ്ങൾക്കുണ്ടാവുമല്ലോ. ഇത് ഏകദേശം ഒരു 48 വർഷം മുമ്പ് പണിതൊരു കെട്ടിടങ്ങളാണ്. ആദ്യം ഇതിന്റെ പണിക്ക് ആദ്യം ഇവിടെയുള്ള നാട്ടുകാർക്ക് കുറേ പേർക്ക് ജോലികളുണ്ടായിരുന്നു. പിന്നെ ആ ജോലി നഷ്ടപ്പെടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുറച്ച് കുടുംബങ്ങളാണ് ഇവിടെ വന്നിട്ട് ഇതിന്റെ ബെഡും കാര്യങ്ങളൊക്കെ ഉള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തോട്ട്, ഈ ഖാദിയുടെ ഈ സ്ഥലത്തേക്ക് സാധാരണ ആളുകൾ ആരും ഇങ്ങോട്ട് വരലോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് അവർ മെത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ കുറെ കാര്യങ്ങൾ അവരുടെ കുറെ ആളുകളും കുറെ മെത്തകളും കാര്യങ്ങളും ഒക്കെ കുറെ കയറി പോകുന്നതൊക്കെ ഉണ്ടാകും. അപ്പം നോക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് മാസങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഒരു പരിപാടികൾ പോലും ഇവിടെ നടക്കുന്നില്ല. ഇപ്പം നമുക്കറിയാം, ഈ പരിസര പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ വൃത്തിഹീനമായിട്ടാണ് ഈ കാര്യങ്ങൾ കിടക്കുന്നത്. ഇപ്പൊ ജനങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ എല്ലാവർക്കും എന്നാന്ന് വെച്ചാൽ ഒരു ഉപദ്രവകരമായിട്ടാണ് ഈ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തെങ്കിലും ഒരു സംരംഭം, താങ്കളുടെ ജനപ്രതിനിധി എന്ന നിലക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സംരംഭം അല്ലെങ്കിൽ എന്തെങ്കിലും താങ്കളുടെ ഐഡിയയിൽ എന്താണ് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുക? നിങ്ങളിപ്പോ മന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെയുണ്ടെങ്കിൽ എന്താണ് ഇവിടെ തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ആശയം? അത് ആശയം എന്ന് വെച്ചാൽ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എല്ലാ ജനപ്രതിനിധികളും കൂടെ അടുത്ത ദിവസം ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇരുന്നിട്ട് അതിൻ്റെ ഒരു വ്യക്തമായ ഒരു തീരുമാനം ഒന്ന് ആലോചിച്ചിട്ട് അതിൻ്റെതായ കാര്യങ്ങളിൽ, ഇതിപ്പോൾ ഒരു ഖാദിയുടെ ഉടമസ്ഥതയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് ഉചിതമാകുന്ന രീതിയിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചിട്ട് അത് എന്താണല്ലോ എന്നാൽ ഈ പ്രദേശത്തിലെ ഇങ്ങനൊരു കാര്യങ്ങളായിട്ട് കിടക്കാൻ കഴിയില്ല. ഇപ്പോൾ ആദ്യമൊക്കെ ഇതിനകത്തൊരു അടച്ചുറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അടച്ചുറപ്പൊന്നുമില്ല, ഗേറ്റും ഇല്ല, ഒന്നുമില്ല. ആർക്കും എന്തൊരു കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഇവിടെ വരാം. ഇപ്പോൾ തൂഫാനൊക്കെ ഭയങ്കര രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയങ്ങൾ തന്നെയാണ്. അപ്പം നമുക്ക് അതിനൊരു പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ നല്ല ഒരു, അതായത് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നിങ്ങളെ പോലുള്ളവരെ കണ്ടപ്പോൾ പറഞ്ഞു, പഞ്ചായത്ത് ഓഫീസിന് നല്ലൊരു കെട്ടിടം നിർമ്മിക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഇപ്പോൾ ബെഡ് സ്കൂളിൽ അവിടെ ഒരാൾ സൗജന്യമായിട്ട് അദ്ദേഹം വിട്ടുകൊടുത്തു. ഇത്രയും നല്ലൊരു സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ നല്ലൊരു സംരംഭം തുടങ്ങാൻ പറ്റും. നിങ്ങൾ മന്ത്രിനെയൊക്കെ കാണാൻ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് കൂടി ഉപകാരപ്പെടുന്ന എന്തെങ്കിലും നല്ലൊരു സംരംഭം. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണത്. അപ്പം നിങ്ങൾ തന്നെ പറയുന്നു, തമിഴ്നാട്ടിൽ നിന്ന് ആരൊക്കെയോ വരുന്നു, ഇവിടെ എന്തൊക്കെയോ നടത്തുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് കാണുന്നില്ല, പോകുന്നു. അപ്പോൾ ഇങ്ങനെ കേരള സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണെങ്കിൽ ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ വന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്താൻ പറ്റുമോ? അതും ഒരു ചോദ്യമാണല്ലോ. അത് പറഞ്ഞത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. ഇതിപ്പോ ഷബീർ കർമുക്കില് നാളെ പഞ്ചായത്ത് പ്രസിഡന്റും വന്നു ഇത് കാര്യങ്ങൾ കണ്ടായിരുന്നു. അപ്പം ഇത് പഞ്ചായത്തിനൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചായത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്താൻ വേണ്ടി ഇതേപോലെ ഒരു സ്ഥലങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സൗകര്യമാണ്. ഇപ്പൊ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് തന്നെ കണ്ടില്ലേ, ചുരുങ്ങിയ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇതേപോലെ സൗകര്യം, ഇതേപോലെ റോഡ് സൈഡിലുള്ള സ്ഥലങ്ങൾക്ക് ഒറ്റൊരു കുടക്കീഴിൽ തന്നെ പഞ്ചായത്തും വില്ലേജും എല്ലാം കൂടെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ ഈ നാടിനൊരു പുരോഗമനം വരും. അതൊക്കെ ഏറ്റവും നല്ല ഉചിതമായ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് നമുക്ക് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാതെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയത്തില്ല. ശ്രമം തുടരുന്നുണ്ട്. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇടപെട്ട് MLA കൂടി കാര്യങ്ങളിലേക്ക് ഇടപെട്ടിട്ട് ഇപ്പം ഉടൻ തന്നെ ഞങ്ങൾ അടുത്ത ഒരു പരിപാടിയിലേക്ക് ഒരു വ്യക്തമായ ഒരു കാര്യങ്ങളിലേക്ക് ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും. ഏതായാലും 50 സെന്റ് സ്ഥലം നല്ല പൊന്നും വിലയുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇപ്പോൾ കാട് മൂടിയെന്നല്ല, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച നിലയിലാണ്. മാത്രമല്ല ഒരു അടച്ചുറപ്പുമില്ല. ഇവിടെ എന്തൊക്കെയോ ഈ നാട്ടുകാർ പറയുന്ന പോലെ രാത്രിയൊക്കെ ഈ വഴി പോകണമെങ്കിൽ പേടിക്കേണ്ടി വരും എന്നൊക്കെ നാട്ടുകാർ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ ഗ്രാമപഞ്ചായത്ത്
ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ചർച്ചയൊക്കെ നടക്കുമെന്ന് പറയുന്നു. ഏതായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, നമ്മുടെ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനം തന്നെയാണ്. ചില അപസ്വരങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭമൊക്കെ ഉണ്ടായി 25 വർഷമായി ഇതിങ്ങനെ നശിച്ച് കിടക്കുന്നു. ഏതായാലും ബന്ധപ്പെട്ട അധികാരികൾ, ഇത് കേരള സർക്കാരിലെ ഇപ്പോൾ ഇവർ മന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്, അതുപോലെ ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം, ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും എല്ലാവരും കൂടി MLA തലത്തിലും ഈ സ്ഥലം ഒന്ന് മനസ്സിലാക്കി ഇവിടെ എന്തെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചാൽ, ഏതായാലും പാരിഷ് ചർച്ച് പരിയാപുരം ഫാത്തിമ ചർച്ചിന്റെ അധീനതയിൽ നിന്ന് സൗജന്യമായിട്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാണ്. അപ്പോൾ കുറെ കഴിഞ്ഞിട്ട് പള്ളി എന്നാ ഒന്നും വേണ്ട, പള്ളി ഞങ്ങൾക്ക് തന്നേക്കുന്നത് തിരിച്ച് അങ്ങനെ ഉണ്ടാകുമല്ലോ, പള്ളി ഞങ്ങൾക്ക് തന്നേക്ക്, അവിടെ ഒന്നുമില്ല, ഇങ്ങനെ വരുന്ന നാട്ടുകാർക്ക് ഒരു ഉപദ്രവമായി കിടക്കുകയാണെങ്കിൽ തിരിച്ച് പള്ളിക്ക് തന്നെ തന്നേക്കെന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു സ്ഥലം വെറുതെ നശിച്ചു പോകുന്നത് ഒരുപക്ഷെ കാണുന്നവർക്ക് വിഷമം മാത്രമല്ല, ഇത് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൂടി ക്ഷീണമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിലൊരു നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. ജനപ്രതിനിധികളെല്ലാം ഒരുമിച്ച് അതിന് ശ്രമം തുടങ്ങാൻ പോവുകയാണ്. ഏതായാലും ഈ സ്ഥലത്ത് എന്തെങ്കിലും പെട്ടെന്ന് തുടങ്ങാൻ സാധിക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ജബ്ബാർ വേണാട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റീക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.